ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് നമ്മൾ മോർണിംഗ് വാക്കിന് തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ ഇന്ന് ഡിസംബർ 19 വ്യാഴാഴ്ചയാണ്. മലയാളം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200 ധനു 4 അതെ. അപ്പോ നമ്മൾ മനോഹരമായ ഒരു പ്രഭാതത്തിൽ നിൽക്കുമ്പോൾ ഒരു രാത്രിയിൽ നിന്ന് പകലിലേക്കുള്ള ഒരു ട്രാൻസിഷനിൽ കൂടെയാണ് അല്ലെ. നമ്മൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പിളിയമ്മാവൻ ഇങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുന്നു. സൂര്യൻ വരാൻ, അമ്പിളിയമ്മാവൻ അതായത് ചന്ദ്രൻ. അതെ. അപ്പോൾ സൂര്യൻ ഇങ്ങനെ വരാൻ റെഡിയായി നിൽക്കുന്നു. ഒരു നക്ഷത്രവും സൈഡിലായിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ ആകാശം ഇങ്ങനെ രാത്രിക്ക് ഇവിടെ നൽകി പുലർകാലത്തിലേക്ക് പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉണർവിന്റെ, ഉന്മേഷത്തിന്റെ, നല്ല മനുഷ്യരാകാനുള്ള തയ്യാറെടുപ്പിന്റെ ഒരു സൂപ്പർ പ്രഭാതം. യെസ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു എനർജി വരേണ്ട സമയം കൂടിയാണ്. ഇനി ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ആ എനർജി കീപ്പ് ചെയ്യേണ്ട സമയം കൂടിയാണ്, തുടങ്ങേണ്ട സമയം കൂടിയാണ്, വാർത്തകൾ സംഭവിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ 24-ന്റെ വാർത്തോദയം അത് പ്രേക്ഷകർക്ക് അറിയുന്നതുപോലെ മോർണിംഗ് വാക്കിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മൾ മോർണിംഗ് വാക്കിനെ എത്തിയിട്ടുള്ളത് കുറച്ചുകൂടെ ഒന്ന് മാറി, ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറി തൃപ്പൂണിത്തുറ ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അവിടെ ഫാക്ട് നഗർ കോളനിക്ക് അടുത്തുള്ള ഫാക്ട് നഗർ വാക്ക്വേയിലാണ് ഇന്ന് നമ്മുടെ വാക്കിംഗ് അല്ലെങ്കിൽ മോർണിംഗ് വാക്ക് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർ ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നുണ്ട്? ആരൊക്കെ ഏതൊക്കെ വഴികളിലൂടെ നടക്കാൻ പോകുന്നു? അതൊക്കെ പറയണം. അപ്പോൾ നമുക്ക് ബോക്സിൽ ഹാജരാകുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ഈ മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ സാധാരണ നമ്മൾ സ്റ്റുഡിയോ ഫ്ലോറിലാണെങ്കിൽ ഒരൊറ്റ ഫ്രെയിമിലായിരിക്കും, പക്ഷെ ഇത് മനോഹരമായ കാഴ്ചകൾ. ഇതാണോ, ഈ ഇരുട്ടാണോ മനോഹരമായ കാഴ്ച? മനോഹരമായ കാഴ്ച വരികയാണ്. അതായത് എല്ലാ ഇരുട്ടും പ്രകാശത്തിലേക്കുള്ള വഴികളാണ് നമ്മൾ തെളിയിക്കുകയാണ്. അപ്പോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം മോർണിംഗ് വാക്ക്. ആദ്യം വാർത്താ തലക്കെട്ടിലേക്കാണ്. ഇന്ന് എന്തൊക്കെ വാർത്തകൾ സംഭവിക്കാൻ പോകുന്നു, ഇന്നലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിലൊക്കെ അപ്ഡേറ്റുകൾ ചേർത്താണ് മോർണിംഗ് വാക്കിലെ പ്രധാന വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. യെസ്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ. അതൊക്കെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകർക്കായി നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനുള്ളത് തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള കനാൽ റോഡിനടുത്തുള്ള ഫാക്ട് നഗർ വാക്ക്വേയിലാണ്. ഇതൊരു സ്ട്രെയിറ്റ് വാക്ക്വേ ആണെന്ന് പറയാം അല്ലെ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പണിയെടുപ്പിച്ചതാണ്. അപ്പോൾ ഇതിന്റെ പരിസരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ അല്പ സമയത്തിനകം പ്രേക്ഷകർക്ക് കണ്ടു തുടങ്ങാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതെ, വളരെ നൈസർഗികമായ പ്രകൃതിയാണ്. ഒരു സ്ഥലത്ത് ജലാശയമുണ്ട്, മറുവശത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാടമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ ചെറിയ ചില വീടുകളുണ്ട്. അവിടെ നിന്നൊക്കെ ആൾക്കാർ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജീവിതങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. നമുക്ക് ആദ്യ വാർത്തയിലേക്ക് പോയാലോ? അപ്പോൾ പ്രേക്ഷകർ മറക്കണ്ട, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും ഒപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങൾ മോർണിംഗ് വാക്കിനായി ഇറങ്ങുന്നുണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിൽ കുറിക്കുക. ഇതാ വാർത്തകളിലേക്ക് കിടക്കുന്നു. ആദ്യ വാർത്ത ഡൽഹിയിൽ നിന്നുമാണ്. നമുക്കറിയാം പാർലമെന്റിൽ ഇന്നും ഇരു സഭകളും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ ഒരു പരാമർശം, ഡോക്ടർ BR അംബേദ്കറെ കുറിച്ചുള്ള പരാമർശം വിവാദമായിട്ടുണ്ട്. അപ്പോൾ അതിൽ ആഭ്യന്തരമന്ത്രി രാജിവെക്കണം, ഒപ്പം തന്നെ മാപ്പ് പറയണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് ഡെറിക് ഒബ്രയാൻ ആണെന്ന് തോന്നുന്നു അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നമുക്ക് ബൽറാം നെടുങ്ങാടിയോട് ചോദിച്ചറിയാം. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത. ഡെറിക് ഒബ്രയാന്റെ അവകാശ ലംഘന നോട്ടീസുണ്ട്. പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചേക്കുമെന്ന ഒരു സൂചനകളും ബൽറാം തന്നെ തരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇന്ന് പാർലമെന്റിൽ സംഭവിക്കുക? ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം സംഭവിക്കുക? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖർഗെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണം, രാജ്യത്തോട് ആഭ്യന്തരമന്ത്രി മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങളാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് നടന്നില്ല എങ്കിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുമെന്നും രാജ്യവ്യാപകമായ പ്രതിഷേധമുണ്ടാകും എന്നുമാണ് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി തന്നെ ഈ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസമുണ്ടായതിന് സമാനമായ പ്രതിഷേധങ്ങൾ ഇരുസഭകളിലും സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുമ്പായി 10 മണിക്ക് ചേരുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലായിരിക്കും. അതേസമയം ആഭ്യന്തരമന്ത്രിക്ക് കടുത്ത പ്രതിരോധം തീർക്കാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഈ വിഷയത്തിൽ BJP അംഗങ്ങൾ ഒറ്റക്കെട്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒപ്പം പാർലമെന്റിൽ ഉയരുന്ന പ്രതിഷേധത്തിനെതിരെയും
പ്രതികരിക്കാനുള്ള ഒരു തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ട്. ഇരു വിഭാഗവും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് ഈ ഒരു സംഭവം വഴിവെക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതേസമയം ഈ വിഷയം പാർലമെന്റിന് പുറത്തേക്കും കൊണ്ടുവരാനും പ്രതിഷേധം ശക്തമാക്കാനുമുള്ള കൂടിയാലോചനകളും ഇന്ത്യ സഖ്യത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് അംഗം ഡെറിക് ഒബ്രയൻ അവകാശ ലംഘന നോട്ടീസ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിട്ടുണ്ട്. സമാനമായി കോൺഗ്രസിലെ ചില അംഗങ്ങളും അവകാശ ലംഘന നോട്ടീസ് നൽകിയേക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇരു സഭകളും ഇന്നും പ്രക്ഷുബ്ധമാകുമെന്നും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ അത് അതിതീവ്രമാകും എന്നുമുള്ള സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാൻ കഴിയുക. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ചന്ദ്രൻ യാത്ര പറയുന്ന സമയമാണ്, സൂര്യനെ നമ്മൾ വരവേൽക്കുന്ന സമയമാണ്. നമ്മുടെ ക്യാമറയിൽ അത് കാണുന്നുണ്ട്, പ്രേക്ഷകർ കാണുന്നുണ്ട് അല്ലേ? അതെ, ഇത് കാണുമ്പോ രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കൂലായിൽ പൂവേളി പുൽപ്പായിൽ നവമി നിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി എന്ന് പാടാൻ തോന്നും. അതെ, പാടാൻ തോന്നിയതല്ല, പാടി ഗംഭീരമായിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഹാജരുണ്ട് കമന്റ് ബോക്സിൽ. അപ്പൊ എല്ലാവരുടെയും കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. സീന മുഹമ്മദ് പറയുന്നുണ്ട് അവരുടെ ലതാ മിസ്സിനൊരു ഹായ് പറയണം, സുപ്രഭാതം പറയണം. കാരണം എല്ലാ ദിവസവും നമ്മൾ പോകുന്ന സ്ഥലം എഴുതി വെച്ച് സ്കൂൾ കുട്ടികളെ അവിടെ കൊണ്ടുപോകാറുണ്ട് ആ മിസ്സിന്, അത്ര എഫേർട്ട് എടുക്കുന്ന മിസ്സിന് സുപ്രഭാതം. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, പ്രസന്ന വരലെ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി മൊഴി കൊടുക്കാൻ താൽപര്യമില്ലാത്തവരെ നിർബന്ധിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കേസിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉൾപ്പെടെയുള്ള രേഖകൾ സംസ്ഥാന സർക്കാരിനോട് ഹാജരാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. കമ്മിറ്റിക്ക് മൊഴി നൽകിയത് സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിലാണെന്ന് ഹർജിക്കാർ അറിയിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ പത്തനംതിട്ടയിലെ കൂടലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടൽ മുറിഞ്ഞകൽ വാഹനാപകടത്തിൽ മരിച്ച 4 പേര്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് അറിയാം, അന്ന് ഇതുപോലെ മോർണിംഗ് വാക്കിന് നമ്മൾ വന്ന സമയത്താണ് ഈ അപകട വാർത്ത 24 ആദ്യം അറിയിക്കുന്നത് പ്രേക്ഷകരെ. ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതിൽ 4 പേരുടെ മരണം സംഭവിക്കുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ വരുന്നത് അല്ലേ. മരിച്ച മത്തായി ഈപ്പൻ, മകൻ നിഖിൽ ഈപ്പൻ, ഭാര്യ അനു ബിജു, അനുവിന്റെ പിതാവ് ബിജു ജോർജ്. അപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്തെ 6 മണിയോടുകൂടെ തന്നെ മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കും. അതിനുശേഷം 8 മണിയോടുകൂടെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുമെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ തന്നെയല്ലേ? 6 മണിയോടെ മൃതദേഹങ്ങൾ എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. എന്തായാലും ഇപ്പോഴും ഇടത്തട്ടയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇതുവരെ മൃതദേഹങ്ങൾ പുറത്തിറക്കിയിട്ടില്ല. ഏതാണ്ട് 6:45 വീടുകളിലേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 വീടുകളിലും മൃതദേഹം വളരെ കുറച്ച് സമയം മാത്രമേ കിടത്തുന്നുള്ളൂ. അവിടെ പൊതുദർശനമൊന്നും ഇല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾക്ക് മാത്രം മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാൻ അവരുടെ വീടുകളിൽ എത്തിച്ചു എന്ന് ഒരു പേരിന് മാത്രം അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം കിടത്തിയതിന് ശേഷം നേരെ തൊട്ട് അടുത്തുള്ള പള്ളിയിലേക്ക്, അവരുടെ സ്വന്തം ഇടവക പള്ളിയിലേക്ക് ഈ മൃതദേഹം എടുക്കും. ആ പള്ളി ഓഡിറ്റോറിയത്തിലാണ്, പൂങ്കാവ് പള്ളി ഓഡിറ്റോറിയത്തിലാണ് ഈ പൊതുദർശന ചടങ്ങുകൾ നീണ്ടു നിൽക്കുക. അത് ഏതാണ്ട് ഒരു 12:30 മണി വരെ തുടരും. 12:30 മണിയോടുകൂടി ഈ പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കും. അതിനുശേഷം സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു നാട് പൂർണ്ണമായി കുറേ മനുഷ്യരുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരുടെ വീട്ടുകാരോടൊപ്പം അതുപോലെ തന്നെ നാട്ടുകാരോടൊപ്പമൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും
ഒടുവിൽ നമ്മൾ കാണുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ, ഈ 4 മൃതദേഹങ്ങളും വീടുകളിലേക്ക് എത്തിക്കും. മുറിഞ്ഞകൽ വാഹന അപകടം അത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് 24 ആയിരുന്നു. നമ്മളവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഈ മൃതദേഹങ്ങൾ പൂർണ്ണമായി വഴിയരികിൽ കിടക്കുന്നതും അതുപോലെ തന്നെ ആളുകളെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മൃതദേഹങ്ങൾ മോർച്ചറിയിൽ നിന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകും. യെസ്, അതാണ്. അപ്പോൾ നമുക്ക് ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വേദനയുള്ളത് നിഖിലിൻ്റെയും അനുടെയും കാര്യമാണ്. കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ ഒരു അന്ത്യയാത്ര എന്ന് പറയുമ്പോൾ അത് ആ വീട്ടുകാർക്കും ഒപ്പം ആ നാട്ടുകാർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല. അവരുടെ വിശേഷങ്ങളൊക്കെ അന്ന് കണ്ടതാണ്. ഒരുപാട് കാത്തിരുന്നുണ്ടായ വിവാഹം പിന്നീട് മധുവിധുനായി സിംഗപ്പൂരിലേക്ക്, മലേഷ്യയിലേക്ക് പോയി വന്നു. ആ സമയത്ത് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതും രണ്ടുപേരുടെയും അച്ഛന്മാരും ആ യാത്രയിലോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ സങ്കടമാണ് ആ നാട്ടിലാകെ അവരുടെ വിയോഗം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വങ്ങൾ നൽകിയ ഹർജി ഇന്നാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, NK സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. തൃശൂർ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളാണ് നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരം പൂരം നടത്താനാവില്ലെന്ന് ദേവസ്വങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇനി മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് വടകര മണിയൂരിൽ 9 വയസ്സുകാരിയെ കാറിടിച്ച കേസിൽ പ്രതി ഷജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നുണ്ടാകും. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് വിധി പറയുക. അപകടം ഉണ്ടാക്കിയിട്ടും നിർത്തിയില്ല, അപകട വിവരം മറച്ചുവെച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടി തുടങ്ങിയ കാര്യങ്ങളാണ് ജാമ്യത്തെ എതിർത്തുള്ള പോലീസിന്റെ വാദം. വിദേശത്തുള്ള ഷജീലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് ചോറോഡ് വെച്ച് ഷജിൽ ഓടിച്ച കാറിടിച്ച് 62 വയസ്സുകാരി മരിക്കുകയും കൊച്ചുമകൾ ദൃശാന അബോധാവസ്ഥയിലാവുകയും ചെയ്തത്. നമുക്ക് ഇനി അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അതെ, വയനാട് കൂടൽക്കടവിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മധ്യവയസ്കനെ കാറിനൊപ്പം വലിച്ചിഴച്ച സംഭവത്തിൽ അറസ്റ്റിലായ 2 പേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. പനമരം സ്വദേശികളായ വിഷ്ണു, നബീൽ കമർ എന്നിവരെയാണ് ഇന്നലെ കോഴിക്കോട് നിന്ന് പിടിയിലായത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ടെലിഫോൺ ലൈനിൽ. സുർജി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പ്രതികളാണുള്ളത്. അപ്പോൾ 4 പേരും ഇതിനോടകം പിടിയിലായി എന്ന് പറയാം. അപ്പോൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസുകൾ, വകുപ്പുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇന്നലെ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെയും വൈദ്യപരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. 2 പേരെയും അറസ്റ്റ് ചെയ്ത് കോഴിക്കോട് നിന്നാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ പിടിയിലായ 2 പേരെയും, അതായത് അഭിരാം വിഷ്ണു, അതോടൊപ്പം തന്നെ അർഷിക് എന്നിവരെ പിടികൂടിയതും കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ വിഷ്ണുവിനെയും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയെ കൂടി, അതായത് നബീൽ ഖമർ എന്നുള്ള മറ്റൊരു പ്രതിയെ കൂടി പിടിച്ചിട്ടുണ്ട്. ഇതോടുകൂടി 4 പേരെയും പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസമാണ് ഈ മാതൻ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട 49-കാരനെ കൂടൽക്കടവ് പ്രദേശത്തെത്തിയ ഈ സംഘം ഒരു വാക്കേറ്റം, സംഘർഷം, അതേ തുടർന്ന് കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ദൃശ്യം പുറത്തു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദളിത് അട്രോസിറ്റി ആക്ട്, അതോടൊപ്പം തന്നെ ഈ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ SMS ടീമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. SMS DSPയുടെ കീഴിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആദിവാസി വിഭാഗങ്ങളുള്ള അതിക്രമം തടയൽ നിയമം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് മാനന്തവാടി കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. നേരത്തെ അറസ്റ്റിലായ 2 പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. അത് 26-ാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ നമ്മൾ പ്രഭാതത്തിലേക്ക് പതുക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകരുണ്ട്. നമ്മുടെ PC ദിലീപ് എല്ലാ ദിവസവും ഓരോ വിഷയം മുന്നിലേക്ക് വെക്കും. പറയുന്നത് നാളെ മുതൽ ക്രിസ്മസ് അവധി തുടങ്ങുകയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജലാശയത്തിലേക്കൊന്നും
പോകരുത്. അതായത് പോയാൽ തന്നെ വളരെ സുരക്ഷിതമായി പോയി മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ പ്രായമുള്ളവരുടെ അകമ്പടിയോടുകൂടെ പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ജലാശയം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഓർത്ത് പറഞ്ഞാണെന്ന് ഈ വൈകുന്ന പ്രേക്ഷകർക്കായി ഇന്ന് നമ്മൾ മോർണിംഗ് വാക്കിനുള്ളത് തൃപ്പൂണിത്തുറ ഈ ഫാക്ട് നഗർ വാക്ക് വേയിലാണ്. അതായത് തൃപ്പൂണിത്തുറ കനാൽ റോഡിന് സമീപത്താണ് ഈ വാക്ക് വേ ഉള്ളത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരൊക്കെ വാക്ക് വേയിലേക്ക് മോർണിംഗ് വാക്കിനായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവരുടെയൊക്കെ വിശേഷങ്ങൾ പോകെ ചോദിച്ചറിയാം. അടുത്ത വാർത്തയിലേക്ക് പോയാലോ? 6 മണി കഴിഞ്ഞ് 17 ആണ്. കണ്ണൂരിൽ നിന്ന് പ്രജന്റെ നാട്ടിൽ നിന്ന് പി കെ സന്തോഷ് പറയുന്നു, എന്റെ മകൻ ആദിശങ്കറിന്റെ 13ാം പിറന്നാളാണ്. 24ന്റെ ആശംസ അറിയിച്ചിരിക്കുന്നു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ആദിശങ്കർ. നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോവാം. തീർച്ചയായിട്ടും 4.5 മാസത്തെ അടച്ചിടലിന് ശേഷം വയനാട് പേര്യ നെടുംപോയിൽ ചുരം റോഡ് തുറന്നു എന്നൊരു വാർത്തയാണ് പ്രേക്ഷകർ അറിയിക്കാനുള്ളത്. കാലവർഷത്തിൽ വിള്ളലുണ്ടായ ഭാഗത്തെ റോഡ് പുനർനിർമ്മിച്ചാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വയനാട്, കണ്ണൂർ ജില്ലകളിലെ യാത്രാ ദുരിതത്തിന് ഇതോടെ താൽക്കാലിക പരിഹാരമായിട്ടുണ്ട്. കാലവർഷത്തെ തുടർന്നുണ്ടായ വിള്ളലാണ് ചുരം റോഡ് അടയ്ക്കാൻ കാരണം. പിന്നീട് കണ്ടത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശക്തമായ പ്രതിഷേധം. ഒടുവിൽ 4.5 മാസത്തിന് ശേഷം ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ആകും വിധം ചുരം റോഡ് തുറന്നു. നാട്ടുകാർക്ക് ആശ്വാസം. ഞങ്ങളൊരു അഹങ്കാരമായിരുന്നു പേരിയ ചുരം. കാരണം മറ്റ് ചുരങ്ങളെല്ലാം തകരുമ്പോഴും ആ തകരുന്ന ഘട്ടത്തിൽ പേരിയ ചുരത്തിന് ഒരിക്കലും ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ദുരന്തത്തോടെ അന്ന് തന്നെ നമുക്കും ചെറിയ വിള്ളലുണ്ടായി. ആ വിള്ളലുണ്ടായപ്പോൾ വിദഗ്ധ സമിതിയും വിദഗ്ധ സംഘാലം പരിശോധിച്ചപ്പോൾ വലിയ സോയിൽ പൈപ്പിംഗ് അടക്കം നടന്നു എന്നത് സംബന്ധിച്ച് പറഞ്ഞത് പൊതുമരാമത്ത് വകുപ്പിന്റെയും MLA-മാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടാണ് 4.5 മാസക്കാലം കൊണ്ട് ഇതിന്റെ പണി ഏതാണ്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത് പണി സ്പീഡാക്കാനും ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല രൂപത്തിൽ നടത്താനും പേരിലുള്ളവരും അതേപോലെ തന്നെ 29 താഴെയുള്ള മുഴുവൻ ജനങ്ങളും ആക്ഷൻ കമ്മിറ്റിയോട് നല്ല രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ട്. പായസം വിതരണം ചെയ്ത് റോഡ് തുറക്കൽ നാട്ടുകാർ ആഘോഷമാക്കി. ഭാരവാഹനങ്ങൾക്കുള്ള നിയന്ത്രണം തുടരും. ടാറിംഗ് പ്രവൃത്തി പിന്നീട് നടത്തും. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുന്നയിടത്ത് 80 മീറ്ററിലധികം ഭാഗത്താണ് വിള്ളലുണ്ടായത്. ഇതോടെ ജൂലൈ 30-നാണ് റോഡ് പൂർണ്ണമായും അടച്ചത്. കൊട്ടിയൂർ പാൽച്ചുരം വഴിയായിരുന്നു കണ്ണൂർ മാനന്തവാടി യാത്രയ്ക്കുള്ള ആശ്രയം. 24 വയനാട്. അപ്പോൾ അതാണ് എന്തായാലും താൽക്കാലികമായ ഒരു പരിഹാരം യാത്രാ ദുരിതത്തിനുണ്ടാവുന്നു എന്നുള്ളതാണ്. അതൊരു ആശ്വാസമാണ് അവിടുത്തെ നാട്ടുകാർക്ക് അല്ലേ. സ്ഥിര പരിഹാരമുണ്ടാകട്ടെ. എന്തായാലും ഇവിടെ സജീവമാണ്, നടക്കാനൊക്കെ വരുന്ന നിരവധി ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുംബൈയിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ബോട്ട് അപകടത്തിന്റെ വാർത്തയാണ്. 13 പേരുടെ മരണം സംഭവിച്ചൊരു അപകടമാണ്. അപകടം അതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ആ അപകടം മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് നമുക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുക്കാം. എന്താണ് പറയുക, സ്പീഡ് ബോട്ട് മറ്റൊരു ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് ഈ അപകടം ഉണ്ടായത്. 13 പേരുടെ മരണം സംഭവിക്കുന്നു. ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിലുള്ള ചിലരുടെയൊക്കെ നില ഗുരുതരമാണെന്ന വാർത്ത കൂടി നേരത്തെ പുറത്തു വന്നിരുന്നു അല്ലെ. ഉല്ലാസയാത്രയ്ക്കായി എലിഫന്റ് കേവിലേക്ക് പോയ യാത്രാ ബോട്ടിൽ നാവികസേനയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് അതിന്റെ വസ്തുത. വിശദാംശങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത്. ശ്രീനാഥെ, ഗുഡ് മോർണിംഗ്. ഈ അപകടത്തിൽ 13 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. തെരച്ചിൽ തുടരും എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഈ ബോട്ടുടമ കൃത്യമായി ആ ബോട്ടിൽ എത്ര പേരുണ്ട് എന്നൊരു കാര്യമൊന്നും പറയാൻ ഇന്നലെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അപ്പൊ ഈ അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കൃഷ്ണ പ്രജിൻ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പീഡ് ബോട്ട്, ഈ നേവിയുടെ ഈ സ്പീഡ് ബോട്ട് ഓടിച്ച ആൾക്കെതിരെ, ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ പോലീസ് FIR എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അപകടകരമായ വിധം ബോട്ട് ഓടിക്കുകയും അത് ആളുകളുടെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഏതായാലും കേസെടുക്കുന്നത്. അതേസമയം യാത്രാ ബോട്ടുടമയെ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ, അത് വീഴ്ചകൾ, അത് ഈ അപകടം ഉണ്ടായതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നില്ല. പക്ഷേ ആളുകളുടെ മരണത്തിലേക്ക്, അതായത് ഈ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി നൽകുന്നതിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തതായി നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ആകെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്പീഡ് ബോട്ട് ഓടിച്ച ഉദ്യോഗസ്ഥരെതിരെ മാത്രമാണ്. ഏതായാലും തെരച്ചിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. കാരണം എത്ര യാത്രക്കാരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. 100-ലേറെ പേർ ഉണ്ടാവും എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ നേവിയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ പോലും 90-ലേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾ ചിലർ, കുറച്ചുപേരൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒന്നും ടിക്കറ്റ് എടുക്കാനും സാധ്യതയില്ല. അതുകൊണ്ട് ഈ ടിക്കറ്റിന്റെ എണ്ണം നോക്കി മാത്രം ആളുകളുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്
ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരച്ചിൽ അവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും ബോട്ടുകളും ഒക്കെ തന്നെ ഈ രക്ഷാദൌത്യത്തിലുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള ആകാശ നിരീക്ഷണവും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ നടക്കും. രാവിലെ പുനരാരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മുംബൈ തീരത്ത് നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ വിനോദസഞ്ചാര കേന്ദ്രമാണ് എലിഫന്റ കേവ്സ്. അവിടേക്ക് ടൂറിസ്റ്റുകളുമായി പോയ ബോട്ടാണ് ഈ വിധം അപകടത്തിലേക്ക് പെടുന്നത്. അതിനു മുമ്പ് യാത്ര ചെയ്ത ആ വഴി യാത്ര ചെയ്ത മലയാളികൾ അടക്കമുള്ള യാത്രക്കാർ ഒരു ഞെട്ടലോടെയാണ് ഈ സംഭവമൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം അവർ യാത്ര ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് മറ്റൊരു ബോട്ട്, അതേ റൂട്ടിൽ യാത്ര ചെയ്ത മറ്റൊരു ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. ഈ അപകടത്തിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള വിവരങ്ങൾ അടക്കം നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആശുപത്രികളിൽ നിന്ന് പേര് വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലഭിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ രക്ഷാദൌത്യവും അതിന്റെ തിരക്കുകളൊക്കെയായി ബന്ധപ്പെട്ട് മറ്റൊരു അവസ്ഥയിലൂടെയായിരുന്നു മുംബൈ നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്. അവർ സെന്റ് ജോർജ് ആശുപത്രിയിലാണ് ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നത്. ക്രിസ്റ്റീന. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമുക്കിനി പോകാനുള്ളത്. അതെ, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, എവിടെ ആയിരുന്നു ക്രിസ്റ്റീന കഴിഞ്ഞ ദിവസം? കാസർഗോഡ് ഒരു ഔദ്യോഗികമായ ഒരു ഷൂട്ടിന് പോയതാണ്. അതിനുശേഷം ഇന്നലെ പുലർച്ചെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ ആയില്ല. അത് തന്നെയാണ്. കാസർഗോഡ് ഇതുപോലെ വാക്ക് വേ ഉണ്ടോ? കാസർഗോഡൊക്കെ വാക്ക് വേ അല്ല, ബേക്കൽ ഫോർട്ട് ഉണ്ട്. അപ്പൊ അതിമനോഹരമായ സ്ഥലത്താണ് നമ്മളൊന്ന് പ്ലാൻ ചെയ്തത്. പറഞ്ഞാൽ ഞാൻ ബാക്കിയൂടെ ഒന്ന് എന്നെ മുഴുമിപ്പിക്കാൻ വിടും. വാക്ക് വേ ഉണ്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. നടന്നായിരുന്നു, നടക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ നടക്കുന്നത് ശരിക്കും പറയാം ഇത് നല്ലൊരു പോസിറ്റീവ് എനർജി ആണെന്ന് ആ കാസർഗോഡ് ഉണ്ടായിരുന്ന 2 ദിവസം നടക്കാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഉള്ളതാണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ പ്രേക്ഷകരെ, പ്രകൃതി അതിമനോഹരിയായി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു സൈഡിൽ ജലാശയമുണ്ട്, മറുവശത്ത് ഇതുപോലെ പോളയൊക്കെ കയറി കിടക്കുന്ന പാടമാണ്. പിന്നീട് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റോഡും നഗരവും അതിനപ്പുറമാണ്. നടക്കാനുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കഴിയുന്നതും തടസ്സം ഉണ്ടാക്കാതെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സഭാതർക്കത്തിന്റെ വാർത്തയിലേക്ക് പോയാലോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെയുള്ള സിറോ മലബാർ സഭ നടപടിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ അൽമായ മുന്നേറ്റം. കത്തുകളിൽ മാർ ബോസ്കോ പുത്തൂരിന്റെ ഏകാധിപത്യവും ധാർഷ്ട്യവുമാണ് വ്യക്തമാകുന്നതെന്നും ക്രിസ്മസ് തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെതിരെ വരും ദിവസങ്ങളിൽ സമരപരിപാടികൾ നടത്താനും ആലോചനയുണ്ട്. വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായി എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ പൂർണ്ണമായും ചുമതലകളിൽ നിന്ന് സഭ നീക്കിയിരുന്നു. ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോവാം. ഒരു കാട്ടാനശല്യത്തിന്റെ വാർത്തയെക്കുറിച്ചാണ്. അത് കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകർ കണ്ടതാണ്. ആ വാർത്തയ്ക്ക് പിന്നാലെ 24 ഉണ്ട്. അതിരപ്പള്ളിയിൽ കാട്ടാനശല്യം അത് രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. വെറ്റിലപ്പാറ 14, 15 എന്നിവിടങ്ങളിൽ ഇന്നലെയും കാട്ടാനകൾ ഇറങ്ങി. കൂട്ടമായാണ് എത്തുന്നത് എന്നതാണ് അവിടുത്തെ ഒരു വലിയ പ്രശ്നം, അല്ലെ? ആ മേഖലയിൽ വ്യാപകമായ കൃഷിനാശം ഈ കാട്ടാനകൾ വരുത്തുന്നുമുണ്ട്. സൗരോർജ്ജ വേലികളടക്കം സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കാത്തതാണ് വന്യജീവി ശല്യം രൂക്ഷമാകാൻ കാരണമെന്നാണ് പരാതി. അതിരപ്പള്ളി ജനതയുടെ ദുരിതത്തിന്റെ നേർസാക്ഷ്യം പകർത്തി 24 സംഘം രാത്രി ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. നീ വയനാട്ടിലേക്ക് പോയാൽ അവിടെ അമ്പുകുത്തി, എടയ്ക്കൽ മലനിരകളിലെ അനധികൃതമായി പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾ പൊളിച്ചു നീക്കണമെന്ന് വയനാട് സബ് കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനവും നിർദ്ദേശവുമൊക്കെ വന്നിരിക്കുന്നത്. മേഖലയിലെ 7 റിസോർട്ടുകൾക്കെതിരെയാണ് നടപടി ഉണ്ടാവുക. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ചർച്ചയായതിന് പിന്നാലെ പ്രദേശത്ത് നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു. സുൽത്താൻ ബത്തേരി തഹസിൽദാർ, ജില്ലാ ജിയോളജിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ, മൈനിംഗ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്കായിരുന്നു ചുമതല. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലും ഉയർന്ന അപകട മേഖലയുടെ 500 മീറ്റർ ബഫർ സോണിലുമാണ് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. മേൽമണ്ണ് കുറഞ്ഞ ചെരിവുള്ള പ്രദേശത്തുൾപ്പെടെ റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ടെന്നും മറ്റൊരു റിസോർട്ടിൽ സ്വാഭാവിക നീരുറവയടക്കം തടസ്സപ്പെടുത്തി കുളങ്ങൾ നിർമ്മിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. ഉരുൾപൊട്ടൽ അപകടങ്ങളുണ്ടായാൽ ഈ കുളങ്ങൾ താഴ്വാരത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇവിടുത്തെ കയ്യേറ്റങ്ങളിലും റിസോർട്ട് നിർമ്മാണത്തിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത
ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴെങ്കിലും ഇത് പൊളിച്ചു മാറ്റാൻ ഒരു ഉത്തരവിട്ടത് ആശാവഹമാണ്. പക്ഷേ അത് എത്രമാത്രം ഈ ഉന്നതന്മാരുടെ ഇടയിൽ നടപ്പാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ മാസം 9-നാണ് തഹസിൽദാർ സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. ഉത്തരവ് തീയതി മുതൽ 15 ദിവസത്തിനകം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ച് ജില്ലാ ജിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും സബ് കളക്ടർ മിസാൽ സാഗർ ഭരത്തിന്റെ ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. 24 വയനാട്. യെസ്, അപ്പോൾ അതാണ് ആ റിപ്പോർട്ട്. നമുക്കൊരു ചെറിയ ഇടവേളയൊക്കെ വേണം. അതിനു മുമ്പ് നീന്താൻ അറിയൂ? നീന്താൻ അറിയില്ല, എനിക്ക് മുങ്ങാൻ വളരെ മാത്രമേ അഭിമാനത്തോടു കൂടി പറയാണ്. എനിക്ക് മുങ്ങാൻ മാത്രമേ അറിയൂ, നീന്താൻ അറിയില്ല. അപ്പോ മുങ്ങാൻ അറിയാന്ന് നമ്മുടെ ഓഫീസിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ? അതെ. അറിയോ? അങ്ങനെ മുങ്ങാറുണ്ടോ? അങ്ങനെ മുങ്ങുന്ന ആളല്ല ക്രിസ്റ്റീന. അതെ അതെ, അങ്ങനെ മുങ്ങുന്ന ആളല്ലേ. എനിക്കിട്ട് ആ പണി വരുന്നത് ഞാൻ വേറെ എന്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്. അതാ കണ്ടോ, വെള്ളത്തിൽ ആ നിഴലുകൾ, വിളക്ക് കാലുകളിലെ നിഴലുകൾ നമുക്ക് കാണാം, മനോഹരമായ പക്ഷികൾ കാണാം. നമ്മുടെ ചന്ദ്രൻ സാർ ഇങ്ങനെ ബൈ പറഞ്ഞു പോകുന്നു. സൂര്യൻ സാർ വന്നിട്ടുണ്ട്, പക്ഷെ സൂര്യൻ ഇവിടെയാണെന്ന് ഞാൻ കുറെ നേരമായിട്ട് അന്വേഷിക്കും, എവിടെയാണെന്ന് കാണുന്നില്ല. കമന്റിൽ ഇപ്പൊ അടുത്ത കമന്റ് വരും, ആരാണ് ചന്ദ്രൻ ആരാണ് സൂര്യൻ എന്ന്. ചന്ദ്രനെയും സൂര്യനെയും അറിയാൻ വയ്യാത്ത ചന്ദ്രൻ മലയാളികൾ. സാർ എന്ന് പറഞ്ഞാണോ? ചന്ദ്രൻ സാർ. ചന്ദ്രൻ സാർ ബഹുമാനത്തോടുകൂടി പറഞ്ഞു. എല്ലാ ദിവസവും നമുക്ക് രാത്രിയും പകലും വെട്ടം തരുന്ന ആൾക്കാരെ നമ്മൾ സാർ എന്ന് വിളിച്ച് ബഹുമാനിക്കണം എന്ന് കരുതിയുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ കമന്റ്സ് കാണുന്നുണ്ട്. അനഘ, നേഹ, ഡിങ്കൻ, മുഹമ്മദ് അനു പറഞ്ഞു, ഞാൻ നിങ്ങൾ നടന്നുകൊണ്ട് വാർത്ത അവതരിപ്പിക്കുമോ, ഞാൻ ഇവിടെ കിടന്നുകൊണ്ട്. പോരാ മുഹമ്മദ് അനു, എഴുന്നേൽക്കണം. അപ്പോൾ ഇബ്രാഹിം മുകളിൽ, ശ്രീറാം, വസന്തകുമാരി, ആഷ വി വി, സുജീഷ് കെ, മിനി ബാബു, ആൽബർട്ട് റീസൺ, ഇവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി അടുത്ത സെറ്റ് മെസ്സേജ് രവികുമാർ ബേബി ചോദിക്കുന്നു, സ്മിത എവിടെ പോയി, ഉത്തരം പറഞ്ഞേ തരൂ. ഉത്തരം പറയാമല്ലോ, സ്മിത ഒരു ലോങ് ലീവിലാണ്, വരും. അതെ, തീർച്ചയായിട്ടും വരും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ, നിർദ്ദേശങ്ങളൊക്കെ പോരട്ടെ, നിങ്ങളുടെ പ്രഭാത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയൂ. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനുള്ളത് ഇവിടെ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള ഫാക്ട് നഗർ വാക്ക്വേയിലാണ്.